ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരം തന്നെയാണ്. പിന്നെ ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/4 കപ്പ് കുറുവരി കുറച്ച് ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്ത് വെക്കണം. നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന ഏത് അരി എടുക്കുക. അപ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു 4 മണിക്കൂർ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ള അരിയാണിത്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറുവരി വെള്ളത്തിലിട്ട സമയത്ത് തന്നെ 1/4 കപ്പ് പച്ചരി കൂടെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചരി സാദാ വെള്ളത്തിലാണ് കേട്ടോ, ചൂടുവെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറുവരിയും പച്ചരിയും കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പാകത്തിന് ഉപ്പും പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് തന്നെയാണ് അരച്ചെടുക്കുന്നത്. കാരണം കുറുവരി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തത് കാരണം അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. ഒരുപാട് കട്ടിയായിട്ട് പോകരുത്. ഒരുപാട് കട്ടിയായിട്ട് പോയാൽ വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും. ഇനി ഇത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ദോശച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ തവി മാവായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ഫില്ലിങ്സ് മുകളിലായിട്ട് ഇതുപോലെ വിതറി കൊടുക്കാം. ഇനി ആ ഒരു തേങ്ങയുടെ മുകളിൽ ചെറുതായിട്ടൊന്ന് മാവ് വെച്ചിട്ട് ചെറുതായിട്ടൊരു കവറിങ് കൊടുക്കാം. ഒരുപാട് ഫുള്ളായിട്ട് കവർ ചെയ്യരുത്, തേങ്ങ ഫുള്ളായിട്ട് കവർ ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് തേങ്ങ താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയൊരു കോട്ടിങ് കൊടുത്താൽ മതിയാവും. തേങ്ങ കുറച്ച് കാണുകയും വേണം. പിന്നെ ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മുകൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്താൽ ചട്ടുകം വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഫില്ലിങ്സിൽ പഞ്ചസാരയൊക്കെ ഒന്ന് കാരമലായിട്ട് നല്ല ടേസ്റ്റാണ്. കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ്. ആ ഒരു കാരമലായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് മുകൾ ഭാഗം ഫുള്ളായിട്ട് മാവ് വെച്ചിട്ട് കവർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഭാഗം തേങ്ങ കാണാൻ വേണം കേട്ടോ. പിന്നെ മുകൾ ഭാഗത്ത് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 ഭാഗവും ആയിക്കഴിഞ്ഞാൽ പാനിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാനിൽ ഒറ്റ പ്രാവശ്യം തന്നെ 3 എണ്ണം വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫസ്റ്റ് മാവ് ഒഴിച്ചതിന് ശേഷം ഫില്ലിങ്സൊക്കെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ മാവ് ഒരുപാട് കട്ടിയായിട്ട് പോകരുത്. കട്ടിയായിട്ട് പോയാൽ ഉൾഭാഗം വെന്ത് കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും. എന്നാൽ ഒരുപാട് ദിവസമായിട്ട് കൂടുതൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഫില്ലിങ്സിൽ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് ആ ഒരു കാരമൽ പോലെ ആയിട്ടാവുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പത്തിരി കഴിക്കാനായിട്ട്. പിന്നെ ബാറ്റർ ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കട്ടിയായിട്ട് പോകരുത്. അങ്ങനെയാകുമ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു തേങ്ങാപ്പത്തിരി ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.